ഈ അവാർഡ് ദാനം നിർവഹിക്കുവാൻ എത്തിയത് ബഹുമാനപ്പെട്ട വർഗീസ് മാമനാണ്. എന്തുകൊണ്ടോ എനിക്ക് ദൈവം അദ്ദേഹത്തെ തന്നെ ക്ഷണിക്കണമെന്ന് ദൈവം എനിക്കൊരു പ്രേരണ തന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് 2001 സമയത്തിൽ കേരളത്തിലെ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ പാർലമെൻറ്റിൽ അന്ന് PC തോമസ് സാർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി ഇരുന്നപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, സാറേ NDAയുടെ കാൻഡിഡേറ്റായിട്ട് ഒരിക്കലും ഇവിടെ ജയിക്കാനൊക്കത്തില്ല, യാതൊരു സാധ്യതയില്ല. പക്ഷെ അദ്ദേഹത്തിനോടൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചു. മടങ്ങി വന്ന് റിസൾട്ട് വന്ന് അദ്ദേഹം ഒത്തിരി പുറകിൽ പോയി. ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് 529 വോട്ടിന് ബഹുമാനപ്പെട്ട PC തോമസ് അന്ന് MP ആയി. അത് കഴിഞ്ഞ് ഞാൻ പല ദൈവദാസന്മാരെടുത്തു അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പോയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വലിയ വാക്കുണ്ട്, ബാബു, പ്രയർ ഈസ് വെരി പവർ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2000-ലാന്ന് തോന്നുന്നു, ബോംബെയിൽ ബെന്നിഹിൻ്റെ ഒരു വലിയ മീറ്റിംഗ്, അറ്റ് എ ടൈമിൽ 5 ലക്ഷം പേര് അടങ്ങുന്ന ഒരു വലിയ മീറ്റിങ്ങിൽ ബെന്നിഹിനെ കൊണ്ടുവരാതെ സുവിശേഷ വിരോധികൾ പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ അന്ന് ഡോക്ടർ മുരളി മനോഹർ ജോഷിയെയും ഒക്കെ കണ്ട്, അദ്വാനിയൊക്കെ കണ്ട് ആ പ്രശ്നം പരിഹരിച്ചത് PC തോമസ് സാറായിരുന്നു. അപ്പോൾ 5 ലക്ഷം പേരുടെ മുമ്പിൽ PC തോമസ് സാറിനെ സ്റ്റേജിലോട്ട് കയറ്റി ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞു, വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഐ എം ഫേസിങ് ഫോർ ഇലക്ഷൻ. ഈ 5 ലക്ഷം പേരെ സാക്ഷി നിർത്തി എല്ലാവരും PC തോമസ് സാറിൻ്റെ മേലോട്ട് കൈവച്ചിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അദ്ദേഹം ആ സമയത്താണ് പാർലമെൻറ്റിൽ ജയിച്ചത്. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് മാമനെ ഞങ്ങൾ ക്ഷണിച്ചത് തിരുവല്ലയിൽ ഒരു MLA ആയി വരാനായിട്ടാണോ എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം